إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അവനയച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ചര്യകളും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും പകർത്തിയും പാലിച്ചും ഏറ്റവും നല്ല മുത്തഖീങ്ങളായ അടിമകളാകാൻ ശ്രദ്ധിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മലയാള നാട്ടിൽ 2 അവധികൾ കഴിഞ്ഞ് ഈ പ്രദേശത്തേക്കൊക്കെ എല്ലാവരും തിരിച്ചു വന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. യാത്രക്കിടയിൽ ഇന്നലെയും ഒരു വാഹനം മറിഞ്ഞതായി നമുക്കറിയാൻ സാധിച്ചു. അല്ലാഹു നമ്മെപ്പോലെ അതിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങളൊന്നുമില്ലാതെ അവന്റെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന മാസത്തിലാണ് നമ്മളുള്ളത്. നാട്ടിൽ ഓണാഘോഷവും നബിദിനാഘോഷവുമൊക്കെ ഒന്നിച്ചും രണ്ടായുമൊക്കെ നടത്തിയത് നമ്മൾ കണ്ടു. പലതും കണ്ട് നമ്മൾ ലജ്ജിച്ചു, തല താഴ്ത്തേണ്ടി വന്നു. ഏതായാലും മഹാനായ പ്രവാചകന്റെ മരണം ഈ റബീഉൽ അവ്വൽ മാസത്തിലാണെന്നതിൽ ഒരു സംശയവുമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സമയത്ത് പ്രവാചകനാണ്, നബിയാണ്. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരോ സ്റ്റെപ്പും കൃത്യമായി രേഖയാക്കാനുള്ള ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതെല്ലാം തന്നെ മാതൃകയാക്കി മാറ്റാൻ വേണ്ടി രേഖപ്പെടുത്തുന്ന ആളുകൾ, സഹാബാക്കൾ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന സമയത്ത് റസൂൽ നബിയല്ല എന്നത് നമ്മൾ മറന്നു പോകാറുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളാണ്. ഏതൊരു നാട്ടിൽ ആളുകൾ അള്ളാഹനെ മറന്നവരായി ജീവിക്കുന്നുവോ ആ സമയത്താണ് അമ്പിയാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കാറുള്ളത്. നുബുവത്ത് നൽകുകയും പ്രബോധനം നടത്താൻ വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കൽപ്പിക്കുകയും അവർക്ക് അള്ളാഹുവിന്റെ കൃത്യമായ സഹായങ്ങൾ, അതുപോലെ ദൃഷ്ടാന്തങ്ങൾ പലതും നൽകിക്കൊണ്ട് അള്ളാഹു അവരെ ആദരിക്കുകയും ചെയ്യാറുണ്ട്. അമ്പിയാക്കൾക്കാണ് സ്വർഗത്തിലെ ആദ്യത്തെ പ്രവേശനം. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടതിന്റെ ചെറിയൊരു ഭാഗവും കൂടി ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ആഘോഷത്തിനിടയിൽ മരണം മറന്നുപോയ ആളുകളാണ് നമ്മളെല്ലാവരും. പ്രവാചകന്റെ മരണവും അവനവന്റെ മരണവും കൃത്യമായി മറന്നുപോയിട്ടുണ്ട് എന്നത് ആ ആഭാസങ്ങൾ കണ്ടാൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊന്നും നമ്മളല്ല, നമ്മളൊന്നും അതിന്റെ ആളുകളല്ല, നമുക്കൊന്നും അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ആ ആളുകളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താൻ ഈ അഭിപ്രായം പറയുന്ന ആളുകൾക്ക് പോലും കഴിയാത്തത്ര ദുഷിച്ചു പോയിരിക്കുകയാണ് ഈ ആഘോഷത്തിന്റെ അതിർവരമ്പുകൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമെടുത്തിരുന്ന അടുത്തേക്ക് വന്നിരുന്ന ആ ഒരു ഘട്ടം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. റഹ്മാനായ റബ്ബാണ് സാക്ഷി, ഞാനിതാ എന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അഹോരാത്രം പാടുപെട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് റബ്ബേ. അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഹജ്ജും കഴിഞ്ഞ് നേരെ പോയത് ഉഹദ് നടന്ന മണ്ണിലേക്കാണ്. അവിടെ ബഖീഉൽ അർഖദിൽ മരണപ്പെട്ടവരെ കുറിച്ച് സഹാബാക്കളോട് അള്ളാഹുവിന്റെ റസൂൽ സംസാരിച്ചു. അവർ ഭാഗ്യവാന്മാരാണ്. പ്രതാപത്തോടെ മരിക്കാൻ അവസരം കിട്ടിയവർ. സഹാബത്തിനോട് ഉപദേശിച്ചു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, തറക്തു ഫീകും അംറൈൻ ലം തദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രവാചകനിൽ അണിനിവരുന്നവർക്കാണ് വിജയവും സന്തോഷവും ഉള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് വെച്ച് വിതരണം ചെയ്യുന്ന ഹൗദുൽ കൗസറിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെ വിവരിക്കുന്നിടത്ത് പാലിനേക്കാൾ നിറവും തേനിനേക്കാൾ രുചിയും കസ്തൂരിയേക്കാൾ സുഗന്ധവുമൊക്കെ, അതായത് അതിനേക്കാളുമൊക്കെയും ഒരുപാട് പ്രൗഢമായ ഹൗദുൽ കൗസർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഒരു വട്ടം ആ പാനീയം രുചിച്ചാൽ അയാൾക്ക് പിന്നെ ദാഹിക്കില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. കൂട്ടം കൂട്ടമായി ആളുകൾ അതിനുവേണ്ടി അണിനിരക്കും. ആ സമയത്ത് ഒരു വിഭാഗം ജനങ്ങളെ മലക്കുകൾ പിടിച്ചു മാറ്റും. എന്തിനാണ് അവരെ മാറ്റുന്നത് എന്ന് ചോദിക്കപ്പെട്ടാൽ ആ ചോദിക്കുന്ന ആളുകൾ പറയും, അവർ നമസ്കാരമുള്ളവരാണ്. മനസ്സ് തുറന്ന് എന്റെ ഇന്നത്തെ ഖുതുബ നിങ്ങൾ കേൾക്കണം. മലക്കുകളോട് ആ ആളുകൾ പറയും, എന്തിനാണ് അവർ മാറ്റുന്നത്? അവർ സംശയിക്കും ആളുകൾ. അവർ നമസ്കാരമുള്ളവരാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനയിൽ കർമ്മനിരതരായവരാണ്. ദീനിന്റെ വലിയ ആൾക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളായ ആളുകളുടെ അടയാളങ്ങളെല്ലാം അവരിലുണ്ട്. പിന്നെ എന്തിനാണ് അവർ മാറ്റുന്നത്? നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വലിയൊരു പോയിന്റ് പറയാം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച, ഞാൻ നേരത്തെ ചൊല്ലിയ ഏറ്റവും നല്ല തറക്തു ഫീകും അംറൈൻ, അതേപോലെ തറക്തുകും അലൽ മഹിജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, ഏറ്റവും നല്ല പാതയത്തിലേക്ക് വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് സഹാബാക്കളെ. അതിന്റെ രാവ് പകലിനേക്കാളും പ്രശോഭിതമാണ് എന്ന് പരിചയപ്പെടുത്തിയ ദീനുൽ ഇസ്ലാമിനെ, നമ്മുടെ ഇസ്ലാമിനെ മറ്റുള്ള ആളുകൾക്കിടയിൽ ഏറ്റവും മോശമാക്കുന്ന ആളുകൾ, ആ ആളുകളുടെ കയ്യിലാണ് ഇസ്ലാമിന്റെ വേഷം കിടക്കുന്നത്. ചിന്തിക്കണം. നമ്മളൊക്കെ ഏതാ പാർട്ടി എന്ന് ചോദിക്കണം, പേര് ചോദിക്കണം. ആളുകൾ ഓഫീസിൽ കണ്ട എന്താ പേരെന്ന് ചോദിക്കുന്നത് പേരറിയാൻ എല്ലാ പ്രിയപ്പെട്ടവരെ ദീനറിയാനാണ്. മനസ്സിലായില്ലേ? അള്ളാന്റെ റസൂലിന്റെ ഈ സംഘത്തെ ആളുകൾക്കിടയിൽ ഏറ്റവും മോശമാക്കുന്ന ആളുകളുടെ വേഷം ഇസ്ലാമിന്റെ വേഷമാണ്. ബിദ്അത്തുകൾ വ്യാപകമായി നമ്മുടെ നാടുകളിൽ അറിഞ്ഞോ അറിയാതെയോ
പരമ്പരാഗതമായ വിശ്വാസപ്രകാരമോ ആചരിക്കുന്ന ആളുകളുടെ വേഷം നമ്മളെക്കാളും ദീനിനോട് അടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഹൗദൽ കൗസറിൽ വെച്ച്, എന്നോട് ക്ഷമിക്കണം, ഹൗദൽ കൗസറിൽ വെച്ച് ഒരു വിഭാഗത്തെ മലക്കുകൾ പിടിച്ചു മാറ്റുമ്പോൾ ചിന്തിച്ചു പോകും, അള്ളാന്റെ റസൂലിന്റെ പാർട്ടിയല്ലേ അവർ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, എന്തിനാണ് അവരെ മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ മറുപടി പറയും, നിങ്ങളുടെ കാലശേഷം, പ്രവാചകന്റെ കാലശേഷം അവർ ദീനിൽ പലതും കൂട്ടിക്കടത്തിയിട്ടുള്ള ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് വകുല്ല ബിദ്അത്തിൻ ദലാല ഫകുല്ല ദലാലത്തിൻ ഫിന്നാർ എന്നല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഉപദേശത്തിന്റെ ആദ്യഘട്ടത്തിലും ഓർമ്മിപ്പിക്കാനുള്ള കാരണം, പ്രവാചകൻ പറയുന്നത് കേട്ടാൽ സുഹക്കൻ സുഹക്ക, പോയിക്കൊള്ളി അങ്ങോട്ട് എല്ലാവരും എന്ന് പറഞ്ഞവരെ ആട്ടിയകറ്റുമെന്നാണ്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്ത് തൗബയിലെ 128ാമത്തെ വചനത്തിൽ ഈ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആൻ. നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങോട്ടാ വിഷയം പോകുന്നത്? റസൂൽ സുഹക്കൻ സുഹക്ക എന്ന് പറഞ്ഞ റസൂലിനെ അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ ആയത്താണ് ഖുതുബയുടെ ആദ്യത്തിൽ ഞാൻ ഓതി വെച്ചത്. എന്താണ് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത റസൂൽ. പറയണേ, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള, അതേപോലെ തന്നെ സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവുമായ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നു സൂറത്ത് തൗബയിൽ. മനസ്സിലായില്ലേ രണ്ടു കൂട്ടിമുട്ടുന്നത്? ആ റസൂലാണ് പറയുന്നത് സുഹ്കാണ്, പിന്നോട്ട് പോയിക്കൊള്ളി എന്ന് പറഞ്ഞ് തട്ടിമാറ്റും ഈ വിഭാഗത്തെ. അള്ളാന്റെ റസൂലിന് ശേഷം അള്ളാന്റെ റസൂൽ പറയാത്ത, പഠിപ്പിക്കാത്ത, കാണിക്കാത്ത, തോന്നിപ്പിക്കാത്ത, സൂചിപ്പിക്കാത്ത, സമ്മതം നൽകാത്ത എന്തെന്തുണ്ടോ അത് കൊണ്ടുവരുന്ന ആളുകൾ. അപ്പൊ ആളുകൾ അറിയും അള്ളാന്റെ റസൂൽ കാർ ഓടിച്ചിരുന്നു. ഭയങ്കര ചോദ്യമായിട്ട് നമുക്ക് തോന്നുക. അള്ളാന്റെ റസൂൽ ഇതുപോലെ മൈക്ക് വെച്ചിരുന്നു, അള്ളാന്റെ റസൂൽ മിക്സർ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ആളുകൾ ചോദിക്കും. അള്ളാന്റെ റസൂല് ഈ ഉപയോഗിച്ച സാധനത്തിന് പ്രതിഫലവും പറഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ റസൂൽ പറഞ്ഞു തന്ന ചെയ്തിരുന്നതിനൊക്കെ പ്രതിഫലം പഠിപ്പിച്ചിട്ടുണ്ട്. ഫുൾ കൈയിട്ടാലും ഹാഫ് കൈയിട്ടാലും പ്രതിഫലം എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇബാദത്തുകളായി പഠിപ്പിച്ചതിന്റെ കൂടെ മുആമലാത്തായി ചെയ്യുന്ന സാധനത്തെ കൊണ്ടുപോയി വെച്ചിട്ടാണ് ആളുകൾ ഇതിന് പരിഹാരം പറയാറുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും വ്യത്യസ്ത ഭക്ഷണം കഴിക്കൂലേ? എല്ലാവർക്കും ഒരേ പ്രതിഫലം കിട്ടൂ? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തില്ല? ഹലാലായിരിക്കണം, അയാൾ ഒരേ പ്രതിഫലമാണ്. തയ്യിബായിരിക്കണം, എല്ലാം ഒരേ പ്രതിഫലമാണ്. ഹറാമാകരുത്, ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള മുആമലാത്തായ കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇബാദത്തായ കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നത്. അവിടെയാണ് ബിദ്അത്തുകൾ കയറി വരുന്നത്. ഇത് ഗൗരവത്തിൽ നമ്മൾ കാണണം. കാരണം എന്താ? ചെയ്യുമ്പോൾ നല്ലതല്ലേ എന്നാ ചിന്തിക്കുക. നല്ല പരിപാടിയല്ലേ, നല്ലതല്ലേ? റസൂലുള്ളാഹിന്റെ മദ്ഹ് എന്തിനാണ്? മദ്ഹുണ്ട്. അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് പറയാത്ത മിമ്പറാണോ ഇത്? കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ മദ്ഹിന് കണക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് പറയാൻ എളുപ്പമാണ്. പക്ഷെ പ്രവാചകൻ എടുത്ത സുന്നത്തുകൾ എടുക്കാൻ, പ്രവാചകൻ പഠിപ്പിച്ച നിരോധിച്ചത് ഒഴിവാക്കാൻ, അള്ളാന്റെ റസൂൽ പറഞ്ഞിരുന്നത് ശരിയാണ്, ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും അത് ശരി തന്നെയാണ് എന്ന് അംഗീകരിക്കാൻ എങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ജന്മദിനം അനുവദിച്ച സാധനമാണെങ്കിൽ ആഘോഷിക്കാൻ മുന്നിൽ നമ്മൾ ഒരു സംശയവും ഒരു സംശയവും ഇല്ലാത്തതാണ്. ഇനിയോ അള്ളാന്റെ റസൂൽ അങ്ങനെ കാരുണ്യവും ദയാലുവുമായ പ്രവാചകനാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്കറിയുമോ, അള്ളാന്റെ റസൂല് ക്ഷീണിതനായി കാണപ്പെട്ട മാസം ഹിജ്റ 11-ാം വർഷം സഫർ 25 റബീഉൽ അവ്വലിന്റെ മുന്നത്തെ മാസം. സഹിക്കാനാവാത്ത തലവേദനയിൽ നിന്നാണ് അള്ളാന്റെ റസൂലിന്റെ തുടക്കം. നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലെത്തി. ആയിഷ റളിയല്ലാഹു അൻഹയോട് കാര്യം പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിനോട് പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, എനിക്കുണ്ട് ക്ഷീണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ, ഖൈബറിൽ വെച്ച് വിഷം പുരട്ടിയ മാംസം തന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവരെ ഓർത്തു പോവുകയാണ്. അന്ന് തന്ന മാംസം എന്റെ തലയോട്ടിയെ തകർത്ത ആ വേദനയുണ്ട് ആയിഷ എനിക്കിപ്പോൾ. അല്ലാഹുവിന്റെ റസൂലിനെ ചതിച്ചു കൊല്ലാനായി ഖൈബറിലെ ആ സ്ത്രീ വിഷം പുരട്ടിയ മാംസം കൊടുത്ത സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പെടഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖിനാലാണ് അന്ന് പ്രവാചകനെ പടച്ചതമ്പുരാൻ രക്ഷപ്പെടുത്തുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പറഞ്ഞു. എന്ത്? അള്ളാന്റെ റസൂല് പറയാൻ ആയിഷനോട്, ആയിഷ അന്നത്തെ ആ ഒരു വേദന ഉണ്ടല്ലോ, തന്റെ ശരീരം തളർന്നു പോകുന്നു ആയിഷ, എനിക്ക് വയ്യ എന്ന് പറയുന്നു. നമ്മളാളുകളോ കറാമത്ത് കൊണ്ട് എന്താണ് അന്ന് ഈ പറഞ്ഞ ഹൈബറിലെ സ്ത്രീ വിഷം പുരട്ടിയ മാംസം കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ റസൂൽ രക്ഷപ്പെട്ടാലും പ്രവാചകന്റെ തലയൊട്ടി ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്, ബേജാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ കറാമത്തുള്ള ആളുകളുടെ സ്ഥിതി എന്താ? കറാമത്ത് കൊണ്ട് വിഷം ഏൽക്കാത്തവരും പാമ്പ് കടിച്ചാൽ മരിക്കാതെ പാമ്പ് ചത്തുപോകുന്ന കറാമത്തിൽ ജീവിക്കുന്ന ആളുകളുമുള്ള നാട്ടിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാരും, അല്ലേ? പാമ്പ് അദ്ദേഹത്തെ കടിച്ച ഔലിയനെ കുറച്ചു ചിലപ്പോ പാമ്പ് ചത്തുകയും. ആർക്കാ വിഷം? ആർക്കാ വിഷം? പ്രിയപ്പെട്ടവരെ ആലോചിച്ചു. ഇങ്ങനെ കറാമത്ത് കൊണ്ട് ആളുകളെ വലുതാക്കുന്ന ആളുകളാണ് നമ്മളെല്ലാരും. തലയിൽ മുണ്ടിട്ട് ജീവിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അടുത്തതിന്റെ ലക്ഷണങ്ങൾ അവിടെ കാണപ്പെട്ടു. എല്ലാ ഭാര്യമാരും കൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ആ അവസാന ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് വിശ്രമിച്ചോട്ടെ എന്ന് തീരുമാനിച്ചു എല്ലാവരും. അങ്ങനെ പൊള്ളുന്ന പനിയും ശരീരമാസകലമുള്ള വേദനയുമാണ്. ഹിജ്റ 11-ാം വർഷം പ്രയാസത്തോടെ റബീഉൽ അവ്വൽ 7-ന് അല്ലാഹുവിന്റെ റസൂല് മിമ്പറിലെത്തി. പ്രവാചകൻ കഴിയാതെ എഴുന്നേറ്റ് നിന്ന് സംസാരം തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു. അതിൽ പ്രധാനമായും പ്രവാചകൻ വൈകാരികമായി പറഞ്ഞ ഒന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ. അല്ലാഹു ശപിക്കട്ടെ അവരെ. ആരെ? യഹൂദരെയും നസാറാക്കളെയും അല്ലാഹു ശപിക്കട്ടെ. അവർ അവരുടെ പ്രവാചകന്മാരുടെ ആരാധനാലയങ്ങൾ, പ്രവാചകന്മാരുടെ ഖബറുകൾ അവർ ആരാധനാലയങ്ങളാക്കി. അള്ളാന്റെ ശാപം അവർക്കുണ്ടാവട്ടെ എന്ന് മിമ്പറിൽ വെച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉപദേശത്തിൽ ചേർത്തു. തീർത്തിയില്ല. അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വതനൻ യുഅബദ്. അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വതനൻ യുഅബദ്. അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കരുതേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചു. സഹാബാക്കൾ അത്യന്തം ആമീൻ പറയുന്ന അവസ്ഥ ഉണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ എന്താ പ്രാർത്ഥിച്ചത്? എന്റെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കരുതേ എന്ന്. ഇന്നും മദീനയിൽ സമ്മതിക്കില്ല ഒരുത്തനെയും. ആളുകൾ ഇങ്ങനെ ഈ കന്തൂറന്റെ ഉള്ളിൽ കൈവച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് പലവട്ടം കണ്ടതാണ്. കൈയുള്ളില്, അതേപോലെ ദൂരയില്, അതേപോലെ റൂമിൽ വെച്ചിട്ട് കുത്താറാത്തീബും എന്താ പറയാ ഡാൻസും എന്ന് പറയേണ്ടി വരും. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കഅബാലയത്തിന്റെയും പരിശുദ്ധ ഭവനങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഹറമിൽ മീലാദുണ്ട് എന്ന് പറയും. പോക്കിരികളായ അറബികളുടെ നാട്ടിലാ പ്രവാചകന്മാർ ഇറങ്ങിയത്, അല്ലേ? പോക്കിരികളായ അറബികളുടെ വിവരമില്ലാത്ത മതമില്ലാത്ത ആളുകളെ ബാനറിന്റെ പിന്നിൽ അണിനിരത്തിയിട്ട് ഷെയ്ഖുമാർ മീലാദ് ആഘോഷിച്ചിട്ടുണ്ട് എന്ന് വാദമിളക്കുന്നവർ അല്ലാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും അവരുടെ പത്നിമാരും അവരുടെ പുത്രിമാരും അവരുടെ പുത്രന്മാരും അവരുടെ സിദ്ദീഖീങ്ങളും സ്വാലിഹീങ്ങളായ ആളുകളും ഇതുപോലെ ബാനറിൽ വരുന്നതിന്റെ ഏതെങ്കിലും അടയാളമാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അല്ലേ? ആ ഷെയ്ഖുമാര് നടത്തുന്ന ഷെയ്ഖുമാര് കുടിക്കുന്നില്ലേ? ഷെയ്ഖുമാര് വ്യഭിചരിക്കുന്നില്ലേ? ഷെയ്ഖുമാര് കൊല നടത്തുന്നില്ലേ? അതുകൊണ്ടാവാമോ പ്രിയപ്പെട്ടവരെ? അതൊന്നുമല്ല നമുക്ക് തെളിവ് വേണ്ടത്. മറിച്ചോ ഇനി അത് മാത്രവുമല്ലല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ദിവസം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാതെ പോയിട്ടുണ്ടോ? എണ്ണമിട്ട് നമുക്ക് പറയാൻ പറ്റും. പെരുന്നാൾ ദിവസം, അല്ലേ? റജബിൽ, റമദാനിൽ, ലൈലത്തുൽ ഖദറിൽ എല്ലാം റസൂൽ പറഞ്ഞിട്ട്. ഒരു കുട്ടി ജനിച്ചാൽ, ഒരു കുട്ടി മരിച്ചാൽ, ഒരു കുട്ടിയുടെ അവയവം കഷ്ടിക്കപ്പെട്ടാൽ, ഒരാൾ നേരത്തെ പ്രസവിച്ചു പോയാൽ എന്താ പഠിപ്പിക്കാതെ പോയത് പ്രിയപ്പെട്ടവരെ? കൊറോണ വന്നപ്പോൾ പോലും നമ്മൾ വിചാരിച്ചു പറച്ചോനെ ഇതിന് ഏടെയാ രേഖ നോക്കുക. അതുപോലും നമ്മുടെ ദീനുൽ ഇസ്ലാമിനെയല്ലേ? ഇതര മതസ്ഥര് പോലും അവലംബിച്ചതേതാ? നമ്മുടെ ദീനുൽ ഇസ്ലാമിനെയാണ്. ഇതര മതസ്ഥര് പോലും നമ്മുടെ നിയമത്തെയാണ് പിന്താങ്ങിയത് എന്ന് കണ്ണു തുറപ്പിക്കണം മുസ്ലിമിന്റെ. ആലോചിച്ചു, ഒന്നും പഠിപ്പിക്കാതെ പോയിട്ടില്ല. ഒന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി ഈദ. അല്ലാഹുവേ എന്റെ ഖബറിടം ഉത്സവ കേന്ദ്രമാക്കരുതേ എന്ന്. മൻ കാന ലറബ്തുഹു ഫഹദാ ലഹരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, എന്റെ ഉപദ്രവം ഏറ്റവർക്ക് എന്നെ തിരിച്ചുപദ്രവിക്കാം. റസൂൽ ഇങ്ങനെ മുതുക് കാണിച്ചിട്ട് എന്റെ മുതുകത
മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാനുള്ള പ്രയാസത്തിന്റെ സമയത്ത് റബീഉൽ അവ്വൽ 7 പള്ളിയിലെത്തിയിട്ട് പറയും, എന്റെ മുതുകത ആർക്കെങ്കിലും തിരിച്ച് എന്നെ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാം, ആർക്കെങ്കിലും വല്ലതും ഞാൻ തരാനുണ്ടോ നിങ്ങൾ പറ എന്ന് സഹാബത്തിനോട് പറഞ്ഞപ്പോഴാണ് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു 3 ദിർഹം തരാനുണ്ട്. താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങാണ്, പ്രവാചകൻ കടപ്പാടുകൾ തീർക്കുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ദിർഹം അയാൾക്ക് കൊടുക്ക്. അങ്ങനെ അദ്ദേഹം ആ ദിർഹം കൊടുത്തു. മിമ്പറിൽ ഇരുന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, 2 കാര്യമുണ്ട് ഒരു അടിമക്ക് ദുനിയാവിൽ. 1, എല്ലാം നേടി ജീവിക്കുകയും, 2, എല്ലാം മതിയാക്കി യാത്രയാവുകയും. എത്ര ഉദാഹരണം നമ്മളെ മുന്നിലുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. എല്ലാം നേടിയിട്ട് ജീവിക്കുക എത്ര ആളുകളുണ്ട്? എല്ലാം കിട്ടിയവർ ഉണ്ട്, എല്ലാം ഇട്ടുവെച്ച് പോയവരില്ലേ? അല്ലേ? കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ച നമ്മുടെ സുഹൃത്തുക്കളെ മറക്കാൻ കഴിയുമോ നമുക്കെല്ലാവർക്കും? സ്വത്തും സമ്പാദ്യവും സൗകര്യങ്ങളുമുള്ള ആളുകൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? എത്ര പെട്ടെന്ന് പൊടുന്നനെ അറ്റാക്കായിട്ടും അതേപോലെ ആക്സിഡന്റിലും എത്ര ആളുകൾ മരണപ്പെട്ട് നഷ്ടപ്പെട്ടവരാ നമ്മൾ. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണമേ നാഥ. അങ്ങനെ പൊടുന്നനെയുള്ള മരണത്തിൽ നഷ്ടം താങ്ങാനാവാതെ കണ്ണിരുട്ടുമായി ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് നാഥ. അവർക്ക് നീ സമാധാനം പ്രകാശിക്കണമേ റബ്ബേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഇനിയോ, ഒന്നാമത്തത് അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കൽ. അതിൽ രണ്ടാമത്തത് എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ സമയമെടുത്തിരിക്കുന്നു, മരണത്തിന്റെ സമയമെടുത്തിരിക്കുന്നു എന്ന ലെവലിൽ ജീവിച്ചാലാണ് കാര്യങ്ങളൊക്കെ ഇതേപോലെ ഒരുങ്ങാൻ കഴിയുക. അല്ലെങ്കിലോ ഈ പമ്പക്കെട്ട സമയത്ത് ആംഗ്യ ഭാഷയിൽ പറയേണ്ടി വരും, അവിടെ ലക്ഷം കൊടുക്കാനുണ്ട്, ഇവിടെ എത്ര കൊടുക്കാനുണ്ട്, കണ്ണീരുകൾ വരും. ആളുകൾ പറയും, പാപ്പാക്ക് സങ്കടം കൊണ്ട്. നല്ല നന്മയില്ല കയ്യിൽ, നന്മയില്ല കയ്യിൽ. ആ ബീപ് ബീപ് എന്ന ശബ്ദം വെന്റിലേറ്ററിൽ നിന്ന് ചെവി കർണപടത്തിലേക്ക് അടിക്കുമ്പോ അയാളെ കൽബ് പൊട്ടും. എങ്ങനെയെന്നറിയോ? ആരുടെക്കലേക്കാണ് ഞാൻ പോവുക? ഇവരെല്ലാവരും കൊണ്ടുപോയി മറവ് ചെയ്താൽ എന്തുണ്ട് എന്റെ കയ്യിൽ എന്നാലോചിച്ചിട്ടുള്ള കണ്ണീരുകളും പെടയലുകളുമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്ത് വേണം? ഒരുക്കങ്ങൾ നടക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് കാണിച്ചു തന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായ അവസ്ഥ കണ്ട് ബേജാറായി സഹാബാക്കൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അക്ഷരാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിരുന്ന് കരയാൻ തുടങ്ങി. അന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അമനിൻ നാസി അലയ്യ ഫീ സുഹ്ബതിഹി വമാലിഹി അബൂബക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, തന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അബൂബക്കറിന്റെ സുഹൃത്ത് ബന്ധവും അബൂബക്കറിന്റെ ധനവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗ കുൻതു മുത്തഖിദൻ ഖലീല ഗൈറ റബ്ബി ലത്തഖത അബൂബക്കർ. ഞാനൊരു ഉറ്റ ചങ്ങാതിയെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ അല്ലാഹു കഴിഞ്ഞാൽ, അല്ലാഹു ഒഴിച്ചാൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് പ്രിയപ്പെട്ടവരെ 8 വാതിലുകളിലൂടെ സ്വർഗ്ഗത്തിലേക്ക് അദ്ദേഹം കടക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ സർട്ടിഫൈ ചെയ്ത ഏറ്റവും വലിയ ഔലിയ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഔലിയ, അതാണ് ഔലിയ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയുമോ, ഇമാം അബൂ ഹനീഫ ജൗളിക്കടയിലെ കച്ചവടക്കാരനായിരുന്നു. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കൊല്ലപ്പണിക്കാരനായിരുന്നു. സുലൈമാൻ നബി ആശാരിപ്പണിയെടുത്ത നബിയായിരുന്നു. അമ്പിയാക്കളിൽ അധികവും ആടിനെ മേച്ചവരായിരുന്നു. നമ്മളാളുകളോ, നമ്മൾ ഔലിയെ എന്താ സ്ഥിതി? നമ്മൾ ഔലിയ എന്ന് പറയുന്ന ആളുകളുടെ സ്ഥിതി എന്താ? മുക്കത്തെ തങ്ങളെ കാണാൻ അങ്ങോട്ട് പോകണം, തങ്ങൾ ഇങ്ങോട്ട് വരില്ല. ഏത് തങ്ങളെയും നമ്മൾ അങ്ങോട്ട് പോകണം, അവരിങ്ങോട്ട് വരില്ല. അള്ളാന്റെ റസൂലിന്റെ സഹാബാക്കളായ ഔലിയാക്കൾ അങ്ങോട്ട് പോയി. സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രവാചകന്റെ അടുക്കൽ നിന്ന് വേഗത്തിൽ അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് പോയത് ഉമർ ഇബ്നുൽ ഖത്താബ് കാണുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് പമ്മിയും പതുങ്ങിയും പിന്നാലെ പോയപ്പോ എന്താ പണി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും ആരോഗ്യം അങ്ങേറ്റം ക്ഷീണിച്ചു പോയ പാവപ്പെട്ട വൃദ്ധയായ ഒരു കുടുംബത്തിന്റെ ആ വൃദ്ധയായ വൃദ്ധയെ പരിചരിക്കാൻ പോയതാ. അവരുടെ മാലിന്യങ്ങളെല്ലാം കഴുകി അവരെ നല്ല തുണിയെല്ലാം വിരിച്ച് മാറ്റി കിടത്തിക്കൊടുത്ത് തിരിച്ചു പോകവെയാണ് ഖത്താബ വീട്ടിലേക്ക് പോകുന്നത്. ഇയാൾ എന്നും വരാറുണ്ടോ? അതെ, വരാറുണ്ട്. എന്നും രാവിലെ വരും ആ മനുഷ്യൻ. ഞങ്ങളുടെ മാലിന്യങ്ങളെല്ലാം നീക്കി ഞങ്ങളെ നല്ലോണം കുളിപ്പിച്ച് തുണി വിരിച്ച് കിടത്തിയിട്ട് അദ്ദേഹം പോകും. ഉമർ ഖത്താബിന് അഭിമാനം തോന്നി. അദ്ദേഹം ചോദിച്ചു, ആരാന്നറിയോ അത്? എന്റെ ചങ്ങാതിയാന്ന് പറയാനാണ്. ആ വീട്ടുകാർ പറഞ്ഞു, അറിയില്ല. സുബ്ഹാനല്ലാഹ്, ആലോചിക്കണം, അറിയില്ല എന്ന് പറഞ്ഞു. ഉമർ ഖത്താബ് തലതാഴ്ത്തി നടന്നു പോവാ. ആരാ പ്രിയപ്പെട്ടവരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കരഞ്ഞിരിക്കുകയാണ്. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 11 റബീഉൽ അവ്വൽ 8 വ്യാഴാഴ്ച 3 പ്രധാനപ്പെട്ട വസിയത്തുകൾ ഉമ്മത്തിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗവും ജന്മദിനവും ആഘോഷിക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ മുസ്ലിം സമുദായമേ ഈ വസിയത്തുകൾ ഏറ്റെടുക്കുക എന്നതാണ് ഒന്നാമത്തെ നമ്മുടെ ദൗത്യം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇനി മക്കയിലും മദീനയിലും മുസ്ലിങ്ങളല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. രണ്ടാമത്, ഞാൻ ദൗത്യ സംഘങ്ങളെ സ്വീകരിച്ച പോലെ എന്റെ കാലശേഷവും നിങ്ങൾ ദൗത്യ സംഘങ്ങളെ സ്വീകരിക്കണം. എന്നിട്ട് പ്രവാചകൻ മൂന്നാമത് പറഞ്ഞത് എന്താണെന്നറിയോ? അസ്സലാത്ത്. നമസ്കാരം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. സമൂഹമേ, സമുദായമേ, നിങ്ങൾ നമസ്കരിക്കണം. ബാക്കിയുള്ള എല്ലാ പോരായ്മയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാനദണ്ഡം നമസ്കാരമാണ്. നമ്മൾ പോത്തായ മനുഷ്യന്മാരാ. നമ്മൾ വിവരമില്ലാത്തവരാണ്. നമ്മൾ എന്താ തിരിച്ചാ ചിന്തിക്കുക? പോത്ത് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകുന്ന പോലെ നമ്മൾ തിരിച്ചാ ചിന്തിക്കുക. എന്താ നിങ്ങൾ നമസ്കരിക്കാൻ പള്ളിയിൽ വരാത്ത? ഞാനൊക്കെ നിസ്കരിക്കുകയെ. കാരണം എന്താ? നമ്മളെല്ലാം കുറെ തോന്നിയാസം, സാമ്പത്തികമായിട്ട് പ്രശ്നം, മറ്റേ കേസ്, ആളുകളെ മുന്നിൽ നാറിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ എന്ത് പള്ളി? റസൂൽ പറയുകയാണ്, നിങ്ങൾ നിസ്കരിച്ചോളി, എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റും. ആളുകളെ ചില പദവികളിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഞാനില്ലേ, നമ്മളൊന്നും അതിന് പറ്റാത്തവരാന്നറിയും. നിങ്ങൾ അതിന് പറ്റണമെങ്കിൽ നിങ്ങൾ അവിടെ വന്നിരിക്കണം. എങ്കിൽ പിന്നീട് നിങ്ങൾ അതിന് പറ്റിക്കോളും. കാരണം എന്താ? അവിടെ ഇരുന്ന ആളുകൾ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമസ്കാരം മ്ലേച്ഛവും മോശവുമായ സംഗതികളിൽ നിന്ന് നമ്മളെ മാറ്റും. അല്ലാണ്ട് എല്ലാ തെറ്റും കഴിഞ്ഞാൽ നിസ്കരിക്കാൻ തുടങ്ങി ആരെങ്കിലും ഉണ്ടാവോ പള്ളിയിൽ? ആരും ഉണ്ടാവില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ. ഖുർആനിലെ ആയത്താണ്. സത്യവിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ, മദ്യം കഴിച്ച് ലഹരിയിൽ നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് ആയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആരാ പള്ളിയിലേക്ക് വന്നത്? ആലോചിച്ച്. അതിന്റെ അർത്ഥം കുടിച്ചിട്ടും പോരാനല്ലോ. എന്താണ്? ആ കാലഘട്ടത്തിൽ തിന്മയിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് റസൂലുള്ള സമുദ്ധരിച്ചെടുത്തു മാറ്റി. പിന്നെ ഇൻതഹൈന, നിങ്ങൾക്ക് നിർത്താനായില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അണ്ണാക്കിൽ വിരലിട്ടിട്ട് പണ്ട് കുടിച്ചതടക്കം തുപ്പാൻ അവർ പരിശ്രമിച്ചു. ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അതിന്റെ വിശദീകരണം പറയുകയാണ്. അങ്ങനെ തിരുത്താൻ നമുക്ക് കഴിയും. അതിനെന്ത് വേണം? നമസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനിയോ, അന്നത്തെ ദിവസം മഗ്രിബിന് റസൂൽ വീണ്ടും വന്നു. 2 സഹാബാക്കളുടെ തോളിന് കൈവച്ചിട്ടാ റസൂൽ വരുന്നത്. തീരെ വയ്യ. പ്രവാചകൻ മസ്ജിദ് നബവിയിലേക്ക് വന്നു. ആയിഷ ബീവിയും അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമൽ താങ്ങിപ്പിടിച്ചിരിക്കുന്നത് കഅബ് ഇബ്നു മാലിക്കും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ ആയിഷ ബീവിയുടെ വീട് തൊട്ട് ഈ മിഹ്റാബ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൂങ്ങിക്കിടന്നിട്ട് പ്രവാചകന്റെ കാല് നിലത്തുരഞ്ഞ അടയാളം ഞങ്ങൾ കണ്ടു എന്നാ സഹാബികള്. അത്രയും കഴിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വന്നു. നമ്മളോ, ഞാനും നിങ്ങളും ഒരു ചെറിയ തലവേദന അപ്പുറത്തെ റൂമിൽ കൂടി പോയാൽ മതി, പിന്നെ നമ്മൾ പോകില്ല പള്ളിയിലേക്ക്. അല്ലേ? ഒന്ന് അപ്പുറത്തൂടെ പോയാൽ മതി, പിന്നെ നമ്മൾ പള്ളിക്ക് ലീവായി. ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും ഒരു ചെറിയ നല്ലോണം പള്ളിയിലേക്ക് നടന്നു പോയ ആളെ പിടിക്കാനായിട്ട് കുറച്ച് ശൈത്താന്മാരുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേണ്ടാത്തതൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്ക് ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ചിന്തിച്ചു നോക്കിയേ. നമുക്ക് അതാ ഇഷ്ടം ഇതിനേക്കാൾ. പിന്നെ പറയാന്ന് പറഞ്ഞ് പോവാൻ കഴിയൂല നമുക്കാർക്കും. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഴനീങ്ങിയ വൈകാരികമായ ചില ഭാഗങ്ങൾ പറയുമ്പോൾ ചില പോയിന്റുകൾ ഉദ്ധരിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ ചരിത്രത്തിന്റെ ഒഴുക്കിന് ഇത് തടസ്സം ഉണ്ടാക്കുന്നത്. നമുക്ക് മാറണ്ടേ? നമ്മൾ നന്നാകണമെങ്കിൽ നമ്മളെ കാര്യം പറയുന്ന വേണം. റസൂലുള്ളാഹിന്റെ ചരിത്രം പറഞ്ഞ നല്ല ഹുതുബയെന്ന് പറഞ്ഞ് പൊടിയും തട്ടി നമ്മൾ പരിപാടിയായിട്ട് പോകും. പറ്റൂല. നമുക്കാണ് എന്ത് വേണ്ടത്? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. ഖുർആൻ പാരായണം ചെയ്തിട്ട് ജനങ്ങളെ ഓർമ്മപ്പെടുത്തു നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഇനിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നും ആ മഗ്രിബ് സമയത്ത് വന്നിട്ട് ഇമാം നിന്നു. കഴിയാതെ 2 ചുമടിൽ ഇങ്ങനെ താങ്ങി വന്നിട്ട് കൈകെട്ടി ഫാത്തിഹ ഓതി. വൽ മുർസലാത്തി ഉർഫ ഫൽ ആസിഫാത്തി അസ്ഫ വന്നാശിറാത്തി നശ്റ എന്ന അല്ലാഹുവിന്റെ റസൂൽ കഴിയാതെ പരിങ്ങുന്ന ശബ്ദത്തിൽ പ്രവാചകൻ ഓതുകയാണ്. ഇനിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനായ ബിലാൽ ആ ഇശാ സമയമാകുമ്പോഴതാ ബിലാലിന്റെ ബാങ്കുലി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നമസ്കാരത്തിന്റെ സമയം അറിയിച്ചുകൊണ്ട് ആ ബാങ്കും കെട്ടി ഇശായിനെ എഴുന്നേറ്റ് വുദു ചെയ്യുന്നതിനിടെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം കെട്ട് വീഴുകയാണ്. അദ്ദേഹത്തിന്റെ ബോധം പോയി. ഇനിയോ, ബോധമുയർന്നപ്പോൾ
നമസ്കാരം ഓർമ്മിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ആജ്ഞാപിക്കണം, സല്ലന്നാസലെ ഇശാഅൻ യാ ആയിഷ. ബോധം വന്ന സമയത്ത് ആയിഷ ബീവിനോട് പറയാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ അവർ ഇശാ നിസ്കരിച്ചു, എന്റെ സഹാബാക്കള് ഇശാ നിസ്കരിച്ചു ആയിഷ എന്ന് ചോദിച്ചപ്പോൾ അവിടെ വെച്ച് അതിന്റെ ഉത്തരം ലഭിച്ചു. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി പറഞ്ഞ മറുപടി, വഹും യൻതളിറൂന യാ റസൂലല്ലാഹ്, പ്രവാചകരെ അങ്ങയെ കാത്തിരിക്കുകയാണ് അവരെല്ലാരും പള്ളിയിലുണ്ട് റസൂലേ. അവസാനം തന്റെ ശരീരത്തിന്റെ ഈ അവിശതയിൽ മിഹ്റാബിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്താനാവില്ല എന്ന് മനസ്സിലാക്കി മുറോ അബൂബക്കർ ബിസ്സലാത്ത്, അബൂബക്കർ സിദ്ദീഖിനോട് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അങ്ങനെ പിറ്റേന്ന് റബീഉൽ അവ്വൽ 10 ശനിയാഴ്ച ദിവസം, ഇത് നബാത്തി ഖുതുബയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ വിശദീകരണത്തിന്റെ ചെറിയ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റബീഉൽ അവ്വൽ 10 ശനിയാഴ്ച ളുഹർ നമസ്കാര ശേഷം പ്രവാചകൻ വീണ്ടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെത്തി. സഹാബത്തിനെ വീണ്ടും ഉപദേശിച്ചു. റബീഉൽ അവ്വൽ 11 ഞായറാഴ്ചയായി ചില ഒരുക്കങ്ങൾ നടക്കുകയാണ്, ചില തയ്യാറെടുപ്പുകൾ റസൂലുള്ളാഹിയിലേക്ക് കണ്ടു. അടിമകളെ എല്ലാം പ്രവാചകൻ മോചിപ്പിച്ചു. കയ്യിൽ സ്വന്തമായി ഉണ്ടായ 9 ദീനാർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിലുള്ള, ഒരു ഭരണാധികാരിയുടെ കയ്യിൽ ആകെയുള്ളത് 9 ദീനാറാ. നമ്മളോ മരിച്ച് കഷ്ണങ്ങളായ മയ്യത്ത് കുഴിച്ചിട്ടതിന് 75,000 കാത്തുകയാണ് നമ്മളെല്ലാവരും. ആലോചിച്ച് നോക്കിയേ അവസ്ഥ. നോക്കണം, ഒരു ഭരണാധികാരിയുടെ ക്വാളിറ്റി നിങ്ങൾ നോക്ക്, 9,000 ദീനാർ. ഇനിയോ റബ്ബുമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച അടുപ്പം. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിന് അനിഷേധ്യനായ ഇങ്ങനെ ഒരു അമരക്കാരൻ ഉണ്ടായിട്ട് ഈ തോന്നിയാസങ്ങളൊക്കെ നടത്തി ജീവിക്കുന്ന സമൂഹമേ, നിങ്ങൾ ആലോചിക്കണം, എത്ര ഇസ്സത്തുള്ള കിതാബും എത്ര ഇസ്സത്തുള്ള റസൂല നമ്മുടെ കയ്യിലുള്ളത്. അതൊന്ന് പരിചയപ്പെടുത്താൻ പോലും നമുക്ക് പറ്റാത്ത ഒരു നല്ല പ്രോഡക്റ്റ് ഒരു വൃത്തികെട്ട സെയിൽസ്മാന്റെ കയ്യിൽ കൊടുത്ത അവസ്ഥയാ ദീനുൽ ഇസ്ലാമിന്റെ നമ്മുടെ ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെയും നമ്മൾ എന്തു വേണം? കൃത്യമായ അറിവ് നമ്മൾ നേടി, കൃത്യമായ ചിന്ത കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നന്നാകാനുള്ള ശ്രദ്ധയിലേക്ക് നമ്മൾ കടന്നു വരണം. ഇത്ര ബാലൻസ് ഉള്ളത് 9 ദീനാറാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാവപ്പെട്ടവരെ വിളിച്ച് ദാനം ചെയ്തു. അവസാന ഘട്ടത്തിൽ പ്രവാചകൻ ചെയ്ത 9 ദീനാറുണ്ടായത്. എന്നിട്ടോ സ്വന്തം പടയങ്കിയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ രാത്രിയിൽ പൊറുതിമുട്ടിയിട്ട് പ്രിയപ്പെട്ട റസൂൽ പടയങ്കി പണയം വെച്ച് 9 സാൽ ഗോതമ്പിനും അതേപോലെ തന്നെ വിളക്ക് കത്തിക്കാനുള്ള എണ്ണക്കും വേണ്ടിയിട്ട് അത് പണയം വെച്ചിട്ട് എന്ത് ചെയ്തത്? അത് വാങ്ങി. തിങ്കളാഴ്ച രാവിലെ ബിലാലിന്റെ കണ്ടനാളത്തിൽ നിന്ന് സുബഹിന്റെ വിളിയാളം വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാശയ്യയിലാണ്. സഹാബത്ത് സഫായി നിൽക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ വിരിനീങ്ങുകയാണ്. നിസ്കാരം കാണാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കർട്ടൻ നീക്കി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹമംനാ അൻ യുഫ്തന ഫീ സ്വലാത്തിനാ ഫർജൻ ബിശിഫാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിളക്കുന്ന മുഖം കണ്ട സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ ആലോചിച്ചു പോയി, റസൂല് കർട്ടൻ ഇങ്ങനെ നീക്കി നോക്കുന്നത് കണ്ടപ്പോ ആ തിളങ്ങുന്ന മുഖം കണ്ട് ഞങ്ങൾ വിചാരിച്ചു പോയി റസൂലുള്ളാഹിന്റെ അസുഖമൊക്കെ മാറി റെഡിയായി എന്ന്. അത്ര പ്രകാശപൂരിതമായ തിളക്കം ഞങ്ങൾ ആ കർട്ടൻ നീങ്ങിയപ്പോ പ്രവാചകന്റെ മുഖത്ത് കണ്ടു. പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിച്ച മുഖം അവർ കണ്ടു. തോളോട് തോള് ചേർന്ന് ഒരേ സഫിൽ നിൽക്കുന്നത് കണ്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി. നമസ്കാരം തുടങ്ങിക്കോളി അബൂബക്കർ എന്ന് പറഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു. ഉച്ചക്ക് റസൂല് ഇമാമത്തിന് വരുമെന്ന് കരുതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോയി. മദീനയുടെ പുറത്തേക്ക് ളുഹായോട് അടുത്തപ്പോൾ ഭാര്യമാരെയും മക്കളെയും വിളിച്ചുകൂട്ടി പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിൻത്ത് മുഹമ്മദിനെയും വിളിച്ച് പ്രവാചകന്റെ ദാരുണമായ അവസ്ഥ കണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. ഉപ്പാക്ക് എന്തൊരു വേദനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയെ വിളിച്ചിട്ട് സ്വകാര്യം പറഞ്ഞു. ആദ്യത്തിലെ സ്വകാര്യം കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചു. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ എനിക്ക് പ്രയാസങ്ങളുടെ ദിവസമില്ല, സുഖത്തിന്റെ ദിവസമാണ് മോളെ. എന്നിട്ട് ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. ഒരു സ്വകാര്യം കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോള് കരയാൻ തുടങ്ങി. രണ്ടാമത്തത് കേട്ടപ്പോ അവർ ചിരിക്കാൻ തുടങ്ങി. പിന്നീട് അവർ പറയുന്നുണ്ട്, ആദ്യത്തിൽ ഞാൻ റബ്ബിലേക്ക് പോവുകയാണ് മോളെ, നിന്റെ ഉപ്പാക്ക് മരണവേദനയാണ്, അല്പസമയത്തിനുള്ളിൽ മലക്കുൽ മൗത്തിന്റെ കൂടെ നിന്റെ ഉപ്പ പിരിയുകയാണ്. ആ പ്രവാചകന്റെ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്നു. പക്ഷേ എന്റെ കുടുംബത്തിൽ എന്നെ അനുഗമിച്ചു മരണം വരിക്കുന്ന ആൾ നീയായിരിക്കും മോളെ എന്ന് കേട്ടപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വകാര്യം അതായിരുന്നു. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തൊട്ട് പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിരിക്കുമെന്ന് കേട്ടപ്പോഴാണ് സന്തോഷിച്ചത്.
സന്തോഷിച്ചത്. ഇനിയോ 6 മാസം മാത്രം ജീവിക്കാൻ തന്നെ പറ്റില്ലെന്ന് ഫാത്തിമക്കറിയാം. അത്രയും പ്രയാസത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഇനിയോ എല്ലാ സഹാബാക്കളും വീടിനും ചുറ്റും കരഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് വയ്യത് നിങ്ങളോട് പറയാൻ. ഈ ഖുതുബ എഴുതി ഉണ്ടാക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലാവരും നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളെ വാപ്പ അത്ര അങ്ങോട്ട് പോയാൽ മതി, മരണാശയ്യയിൽ കിടക്കുന്നൊരവസ്ഥ, ഒന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർമാർ കൈമലർത്തുന്നൊരവസ്ഥ. വീടിന്റെ അടുക്കൽ ആളുകൾ അല്ലാഹുവേ ഇദ്ദേഹത്തിന് മരണമാണ് നല്ലതെങ്കിൽ മരിപ്പിക്കണമേ, ജീവിതമാണ് നല്ലതെങ്കിൽ ജീവിപ്പിക്കണമേ, അവരെ പ്രയാസപ്പെടുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഘട്ടം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവെപ്രാളത്തിലാണ്. ഹസനും ഹുസൈനും പേരക്കുട്ടികളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ വിളിച്ചുകൂട്ടി. ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ കടുത്തു വന്നു. അവരുടെ കയ്യിൽ കണ്ട ഈ പല്ല് തേക്കുന്ന സ്വാക്കിന്റെ കൊള്ളി കണ്ടിട്ട് അതിലേക്ക് നോക്കിയപ്പോൾ അത് ആവശ്യമുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി അത് വാങ്ങി ചവച്ച് പരുവം വരുത്തിച്ച് എന്നൊരു പല്ല് തേച്ചു കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഉണ്ട് വീട്ടിൽ, കണ്ണുകൾ എല്ലാവരിലേക്കും നീങ്ങുകയാണ് പ്രവാചകന്റെ. എന്നിട്ട് തന്റെ ബാക്കിയുള്ള ആരോഗ്യം ഉപയോഗിച്ച് ഒരു ഉപദേശം അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്തും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരം നിലനിർത്തുക. ആയിഷ, നമസ്കാരം നിങ്ങൾ സൂക്ഷിക്കണം, ഉടമപ്പെടുത്തിയവരെയും നിങ്ങൾ സംരക്ഷിക്കണം. മരണവേദയിൽ പിടയുന്ന സമയത്ത് പോലും തന്റെ ഉമ്മത്ത് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ അമലിനെ പറ്റി അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ വീണ്ടും തളർന്നു കിടന്നു. എല്ലാ അനക്കങ്ങളും നിന്നു. ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. മരണത്തിന്റെ മലക്കുൽ മൗത്ത് തൊണ്ടക്കുഴിയിലെത്തിയ സമയം റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർലി വറഹംനി. ആരാ പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ അവസാന സമയത്ത് പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ. ആർക്ക് പ്രിയപ്പെട്ടവരെ? ആരായി പ്രവാചകൻ? ഉണ്ടായിരുന്ന 9 ദീനാറും ആളുകൾക്ക് ദാനം ചെയ്ത് എല്ലാം കൃത്യമാക്കി കൊടുക്കാനുള്ള 3 ദീനാറും കൊടുത്ത് ലോകത്ത് ഏറ്റവും വലിയ മനുഷ്യനെന്ന് എല്ലാവരും പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത് അദ്ദേഹമാണെന്ന് നമുക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. എന്നിട്ടും പ്രവാചകൻ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഗഫിർലി വറഹംനി, അല്ലാഹുമ്മ ഗഫിർലി വറഹംനി. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ അവസാനം പ്രാർത്ഥിച്ചതാണ്, വഅൽഹിഖ്നി മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഇലാ റഫീഖിൽ അഅല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്, നിന്റെ പ്രവാചകന്മാരുടെ കൂടെ, സത്യവാന്മാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ റബ്ബേ ഉന്നതനായ കൂട്ടുകാരന്റെ അടുക്കലേക്ക് എന്നെ നീ സ്വീകരിക്കണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടുകൾ നിശ്ചലമായി പിന്നീട് പഴയതുപോലെ താഴോട്ട് പതിയുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചലനായി, അല്ലാഹുമ്മ അഇന്നി അലാ സകറാത്തിൽ മൗത്ത്, എന്റെ മരണവേദനയിൽ നിന്ന് എന്നെ സഹായിക്കുക റബ്ബേ എന്ന് വരെ പ്രവാചകൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാ പിരിഞ്ഞുപോയത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം ഈ ലോകത്ത് നമുക്ക് ആർക്കും വരുന്ന ഏതൊരു വിയോഗത്തെക്കാളും ഏറ്റവും വലുതാണ് എന്ന് കാണണമേ, അറിയണമേ. എന്റെ മരണത്തെ നിങ്ങളുടെ മുസീബത്തിനിടയിൽ നിങ്ങൾ ഓർക്കണമേ എന്ന് റസൂല് പഠിപ്പിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെയും സഹാബത്തിന്റെയും സ്വാലിഹീങ്ങളുടെയും കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹി വസിക്കും വഇയ്യായ സാനിയ ബിതഖ്വല്ലാഹ്. മദീന അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലാവുക. റസൂലുള്ളാഹിന്റെ മരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എല്ലാരും കരച്ചിലായിട്ട് പ്രയാസമായിരുന്നു. ഉമർ ബിൻ ഖത്താബ്, ധീരനായ ഉമർ ബിൻ ഖത്താബ് ഭ്രാന്തനെ പോലെ വാളെടുത്തിട്ട് ആരാണ് മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞു അവനെ ഞാൻ വെച്ചേക്കില്ല എന്ന് വെപ്രാളപ്പെടുന്ന അവസ്ഥയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ടാണ് ഉമർ ബിൻ ഖത്താബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ ആഖാബികും വമൻ യൻഖലിബു അലാ ആഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണ്, അദ്ദേഹത്തിന്റെ മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന ആയത്ത്
വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ, നബിയേ നിങ്ങളും മരിക്കും അവരും മരിക്കും, എല്ലാവരും മരിക്കും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, മൻ യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചതെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു. വമൻ കാന യഅബുദുല്ലാഹ് ഫഇന്ന അല്ലാഹ മിനസ് സമാ വഹുവ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ അവൻ മരിച്ചിട്ടില്ല, അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി പഠിപ്പിച്ചു കൊടുക്കാൻ. സഹോദരങ്ങളെ, നമ്മളെല്ലാരും വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. പ്രവാചകനെ പോലും അമിതമായി മരിക്കില്ല എന്ന് പ്രതീക്ഷിച്ച ആളുകൾ അള്ളാന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആ ആൾക്ക് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച അബൂബക്കർ സിദ്ദീഖ് ആരെങ്കിലും ഇങ്ങനെയുള്ള മനുഷ്യരെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അവർ മരിക്കും, മരിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശൈഖും വിളിച്ചാൽ കേൾക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഒരു സംശയവും വേണ്ട. ഉമർ ഇബ്നുൽ ഖത്താബിനൊന്നും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയോ, ബിലാൽ റളിയല്ലാഹു അൻഹു കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, മദീന വിട്ടുപോയി ഷാമിലേക്ക്. അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണകാലം. അത് കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലം. പള്ളിയൊക്കെ ഒന്ന് സജീവമാക്കണം, പഴയകാല നൊസ്റ്റാൾജിയ കൊണ്ടുവരണം എന്ന് വിചാരിച്ച് ഷാമിലേക്ക് പോകുന്നുണ്ട് ഉമർ ഖത്താബ് ബിലാലിനെ കാണാൻ. ബിലാലിനെ കണ്ട് ബിലാലിനെ ക്ഷണിച്ചു മദീനത്തേക്ക്. ഇല്ല ഉമറേ, എനിക്ക് വരാൻ പറ്റില്ല, റസൂലുള്ളാഹി ഇല്ലാത്ത മദീനത്തേക്ക് എന്നെ നിങ്ങൾ ക്ഷണിക്കരുത്. ഒരുപാട് ആവശ്യപ്പെട്ടു, അദ്ദേഹം കൂട്ടാക്കിയില്ല. അവസാനം ഉമർ ഖത്താബ് പറഞ്ഞു, നിങ്ങളെ ബാങ്കൊന്ന് കേൾക്കാൻ പൂതിയുണ്ട്. അങ്ങനെ അവിടുത്തെ സിറിയയിലെ പള്ളിയിൽ കയറിയിട്ട് ബിലാൽ ബാങ്ക് കൊടുക്കുന്നത് പറയുന്നുണ്ട് ചരിത്രത്തിൽ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉമർ ഖത്താബിന്റെ ഭരണം എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് കണക്കൂട്ടിക്കോളി, എല്ലാവരും എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് കൂട്ടിക്കോളി. ആ യമനിന്റെ പള്ളി, സിറിയയുടെ പള്ളിയിൽ ബിലാൽ ഇബ്നു റബാഹ എഴുന്നേറ്റ് നിന്ന് ബാങ്ക് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിന്റെ ബാങ്ക് കേൾക്കാൻ തൊട്ട് പിന്നിലുണ്ട് ഉമർ ഖത്താബ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴേക്കും ഉമർ ഖത്താബ് പൊട്ടിക്കരയാൻ തുടങ്ങി. ബിലാലിന്റെ ശബ്ദം പരിങ്ങി. വഅശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയുമ്പോഴേക്കും ബിലാലിന്റെ വാ പൊത്തിയിട്ട് ഇനി പറയേണ്ടതില്ല, ഇനി നിങ്ങൾ ഈ പേരുച്ചരിച്ചാൽ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു പോകുമെന്ന് ഉമർ ഖത്താബ് പറഞ്ഞുകൊണ്ട് വായി പൊത്തുമ്പോ ബിലാൽ ഇബ്നു റബാഹക്ക് ബോധമില്ലായിരുന്നു എന്നാണ് ചരിത്രം. ബോധം കെട്ടുപോയി ബിലാൽ. കൊല്ലങ്ങൾക്ക് ശേഷം ആ ബാങ്ക് കൊടുത്തിട്ടും അദ്ദേഹത്തിന് ആ സങ്കടം താങ്ങാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഉമർ ഖത്താബ് ബോധരഹിതനായ ബിലാലിനെയും പിടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ സിറിയയുടെ പള്ളിയും പള്ളിയുടെ മുറ്റവും നിറഞ്ഞിരിക്കുകയാണ്. അങ്ങാടികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിന്റെ ബാങ്ക് കേട്ട് പ്രവാചകൻ വീണ്ടും വന്നുപോയെന്ന് ആലോചിച്ചു പോയി എന്നാ ചരിത്രത്തിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, അത്രയും താങ്ങാൻ പറ്റിയിട്ടില്ല കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? റസൂലുള്ളാഹി മരിച്ച മാസം കൃത്യമായി അറിഞ്ഞിട്ടും പ്രവാചകൻ മരിച്ച ദിവസം കൃത്യമായി അറിഞ്ഞിട്ടും ഒന്ന് തരിച്ചിരിക്കാൻ പോലും കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവളൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ മക്കള് അല്ലെ, ഭാര്യ മരിച്ചവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അള്ളാഹു അവർക്ക് ഏറ്റവും നല്ല ഭാഗ്യം നൽകി, ഏറ്റവും നല്ല സമാധാനം നൽകി അവർക്ക് അനുഗ്രഹിക്കട്ടെ അവരെ. അതേപോലെ ഭർത്താക്കന്മാര് മരിച്ചവർ, മക്കള് മരിച്ചവരില്ലേ, ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ഓർമ്മ വരില്ലേ അവനോടിച്ച സൈക്കിള് കാണുമ്പോൾ, അവനോടിച്ച അവൻ കളിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ, അവനുപയോഗിച്ച അലമാരകൾ കാണുമ്പോൾ, അവന്റെ കൈപ്പടയിൽ എഴുതിയ ബുക്കുകൾ കാണുമ്പോൾ ഏത് രക്ഷിതാവിനാ പ്രിയപ്പെട്ടവരെ താങ്ങാനാവുക? നമ്മുടെ സ്വന്തം മക്കളുടെ കഥയായി പറയുന്നത്. നിശ്ചയിച്ച കൃത്യമായ നിശ്ചിത വർഷങ്ങൾ നമ്മുടെ കൂടെ ജീവിച്ച ആള് തിരിച്ചു പോയിട്ടും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏതെങ്കിലും 4-5 ഉപദേശങ്ങൾ സ്വീകരിച്ചതിന്റെ പേരിലാണ് നമുക്ക് ഈ പ്രതാപം കിട്ടിയിട്ടുള്ളത്. ചില്ലറ അമലുകൾ ചെയ്യുന്നതുകൊണ്ടാ നമ്മൾ ഇസ്സത്തോടെ ജീവിക്കുന്നത്. പ്രവാചകന്റെ സഹാബാക്കൾ എടുത്തതുപോലെ എല്ലാം നമ്മൾ എടുത്ത് ജീവിച്ചു നോക്ക്. ഈ നാട്ടിലെ, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഉമ്മത്ത് നമ്മൾ തന്നെയാണെന്ന് മറ്റുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ആ പ്രവാചകൻ മരണപ്പെട്ട മാസം ഒരൽപ്പം സങ്കടത്തോടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ എത്ര കണ്ട് ധിക്കരിച്ചു പോയിട്ടുണ്ട് എന്നൊരു കണക്കെടുപ്പും, എന്നിട്ട് പ്രവാചകൻ അനുധാവനം ചെയ്യാനുള്ള ഏതെങ്കിലുമൊക്കെ സുന്നത്തുകളിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള വിചാരവും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന നിയമങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നുള്ള തീരുമാനവുമാണ് ഈ മാസത്തിൽ നമുക്ക് എടുക്കാനുള്ളത്. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഒരു മോന്, ഒരുപാട് മക്കളുടെ ചികിത്സ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മോനുണ്ട് 10 വയസ്സുള്ള കുട്ടി,
ട്യൂമർ ബാധിച്ച് അത് ടെസ്റ്റിന് കൊണ്ടുപോയി ക്യാൻസർ ആണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഹൈപ്പോതലാമസിന്റെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഡോക്ടർമാരുടെ ഉപദേശം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന വേണം അവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് എല്ലാ ആളുകളെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഏറ്റവും നല്ലത് അല്ലാഹു പകരം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.